ഇത് പന്നൂർ ഗ്രാമം. തെങ്ങോലകളുടെ പച്ചപ്പും മഞ്ഞുതുള്ളികളുടെ ശീതളിമയും ഹരിതരാഷ്ട്രീയത്തിന്റെ ഊശ്വരതയും കൊണ്ട് അനുഗ്രഹീതമായ ഉത്തര കേരളത്തിലെ ഒരു സുന്ദര ഗ്രാമം. വെള്ളാരം കുന്നിന്റെയും കട്ടിൽ കുന്നിന്റെയും താഴ്വാരത്ത് കൈത്തോടുകളുടെ കളകളാരവവും വയലേലകളുടെ കുളിർക്കാറ്റും കൊണ്ടനുഗ്രഹീതമായ ഈ ഗ്രാമം വർഷങ്ങൾക്ക് മുമ്പേ കിഴക്കോത്ത് പഞ്ചായത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ കേളികേട്ടിരുന്നു. എണ്ണമറ്റ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഗ്രാമം ഇന്ന് ഒരു ഉത്സവത്തിന്റെ ആഹ്ലാദത്തിമർപ്പിലാണ്. നാടും നഗരവും നാട്ടാരും ഒരേ സ്വരത്തിൽ, ഒരേ താളത്തിൽ ഈ ആഹ്ലാദത്തിൽ പങ്കുചേരുകയാണ്. ചരിത്രത്തിലാദ്യമായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പൗരസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലൂടെ പന്നൂരിന് ലഭിച്ചിരിക്കുന്നു. അതൊരു വസന്തത്തിന്റെ അരങ്ങേറ്റമായിരുന്നു. ഇത് നമുക്ക് വെറുതെ ഓശാരമായി ലഭിച്ചതായിരുന്നില്ല. എത്രയോ പ്രവർത്തകരുടെ എണ്ണമറ്റ രാവുകളിലെ, ഉറക്കമില്ലാത്ത മണിക്കൂറുകളിലെ കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും പ്രചരണ പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലമായിരുന്നു. ഈ വിജയം നാം ആഘോഷിച്ചില്ലെങ്കിൽ, ഈ ആഹ്ലാദം നാം പങ്കിട്ടില്ലെങ്കിൽ, ഈ അനുഗ്രഹം നാം ആസ്വദിച്ചില്ലെങ്കിൽ, ഈ നേട്ടങ്ങളൊക്കെ പിന്നെ എന്തിനാണ്? നമ്മുടെ എതിരാളികൾ അഴിച്ചുവിട്ട വിദണ്ഡവാദങ്ങളുടെ അളവുകൊണ്ടോ, നുണപ്രചരണങ്ങളുടെ ആധിക്യം കൊണ്ടോ, വിവേചന ശക്തിയും ദിശാബോധവും ചങ്കൂറ്റവും തന്റേടവും ആദർശവും ജനാധിപത്യ വിശ്വാസവുമുള്ള പന്നൂരിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ വിലക്കെടുക്കാൻ കഴിയില്ല എന്നതിന്റെ വിളംബരം കൂടിയായിരുന്നു അത്. ഇത് അഹങ്കാരവും പണക്കൊഴുപ്പും കൊണ്ട് മത്തുപിടിച്ചവർക്ക് കാലം നൽകിയ തിരിച്ചടിയാണ്. ഇത് അസത്യത്തിന്റെ മേൽ സത്യം ജയിച്ചതിന്റെ സാക്ഷ്യപത്രമാണ്. ഇത് കുബുദ്ധികളായ തിന്മയുടെ വക്താക്കൾക്ക് സുബുദ്ധികളായ പന്നൂരുകാർ ബാലറ്റിലൂടെ നൽകിയ ബയണറ്റാണ്. ഈ ആവേശം നാം കെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ നാം വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നവരോ അഹങ്കരിക്കുന്നവരോ അല്ല. നമ്മുടെ സമയം കുബുദ്ധികളുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി നൽകി വെറുതെ കളയാനുള്ളതുമല്ല. നാം മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് മഹത്തായ ഒരു സ്വപ്നമുണ്ട്. അഭിമാനകരമായ അസ്തിത്വം, ഹോണറബിൾ എക്സിസ്റ്റൻസ്. അതെ, രാഷ്ട്രഘടനയുടെ ഉദയനാളുകളിൽ 1948 മാർച്ച് 10 മദിരാശിയിലെ രാജാജി ഹാളിൽ വെച്ച് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുന്നോട്ട് വെച്ച് KM സീതി സാഹിബ്, B പോക്കർ സാഹിബ്, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ, PMSA പൂക്കോയത്തങ്ങൾ, CH മുഹമ്മദ് കോയ സാഹിബ്, ഗുലാം മഹ്മൂദ് ബനാത്വല സാഹിബ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ ലക്ഷോപലക്ഷം നിസ്വാർത്ഥരായ നേതാക്കന്മാരിലൂടെയും പ്രവർത്തകരിലൂടെയും നമ്മിലെത്തിച്ചേർന്ന ഈ മഹിതമായ ആശയത്തിന്റെ സംസ്ഥാപനത്തിനായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നമുക്കണിചേരാം. 6 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിനു വേണ്ടി നമുക്കൊന്നിക്കാം. അതിന് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യയായ പ്രസിഡന്റ് UP നഫീസ നമ്മുടെ കൂടെയുണ്ട്. ആ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുണർത്തുപാട്ടായി കരിപ്പിടിക്കുന്നിന്റെ മുകളിൽ നിന്നും ദിവസവും നമ്മെ വിളിച്ചുണർത്താറുള്ള പ്രഭാത സൂര്യനെയും ചെറുമലയുടെ ഓരത്തെ അസ്തമയാർക്കന്റെ അരുണമരീചികളെയും 14-ാം രാവിൽ നമ്മെ നോക്കി പുഞ്ചിരിക്കാറുള്ള പൂർണ്ണചന്ദ്രനെയും ആകാശനീലിമയിലെ നക്ഷത്രങ്ങളെയും സാക്ഷ്യം വഹിച്ചുകൊണ്ട് കുറ്റിയങ്ങ് വയലിലും കുന്നോത്തുവയലിലും നീരാട്ടുപാറയിലും കട്ടിൽക്കുന്നിലും എടവലത്തും ജീവിക്കുന്ന ആബാലവൃദ്ധം ജനതക്ക് പന്നൂർ ടൗൺ മുസ്ലിം ലീഗിന്റെ ഈ സ്നേഹോപഹാരം സമർപ്പിക്കട്ടെ.